ഗ്രൂപ്പ് 3 ടു ഗ്രൂപ്പ് 12 വരെ ആയിരിക്കും ഉണ്ടാവാം ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാം മെറ്റൽസ് ആയിരിക്കും. അപ്പൊ ഈ മെറ്റൽസിന്റെ ഇടയിൽ ചെറിയ സ്പേസസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കുറേ ക്ലോസ് പാക്ഡ് ആയിട്ട് സർക്കിൾസ് വരച്ച് കഴിയുമ്പോൾ ആ സർക്കിൾസിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു സ്പേസ് വരില്ലേ, അതുപോലെ മെറ്റൽസ് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ മെറ്റൽസിന്റെ ഇടയിൽ സ്പേസ് വരും. പറയുകയാണെങ്കിൽ നമ്മൾ കുറേ സർക്കിൾസ് ഇങ്ങനെ അടുപ്പിച്ച് വരയ്ക്കുകയാണെങ്കിൽ മുകളിൽ താഴേക്കായിട്ട് വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ലെയർ ആയിട്ട് വരച്ച് കഴിയുമ്പോൾ ഈ ഇടയിൽ ഒരു കുഞ്ഞു സ്പേസ് വന്നിരിക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരച്ച് കഴിയുമ്പോൾ ഇവിടെ ഇടയിൽ ഫുള്ളി ഓർഡറിൽ വെച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് സ്ഥലങ്ങൾ കുഞ്ഞു കുഞ്ഞു സ്പേസസ് ഉണ്ടാവും. ആ കുഞ്ഞു കുഞ്ഞു സ്പേസസിനെയാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറയാം. അപ്പൊ ഈ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്നാണ് ഹൈഡ്രജൻ ഇരിക്കുന്നതെങ്കിൽ അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ പറഞ്ഞതാണ് ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ്. ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൈഡ്രജൻ വിത്ത് വേറെ ഏതെങ്കിലും ഒരു മെറ്റലായിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹൈഡ്രൈഡ്സ് എന്ന് പറയാം. ഇപ്പൊ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്സ് ആകുമ്പോൾ എന്താ? ട്രാൻസിഷൻ മെറ്റൽസ് ആയിരിക്കും ഫോം ചെയ്യുക. സോറി, ഹൈഡ്രജൻ വന്ന് അക്കോമഡേറ്റ് ചെയ്യുന്നത് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലായിരിക്കും. ഇവിടെ നോക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഡെൻസിറ്റി ഓഫ് ഹൈഡ്രൈഡ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പാരന്റ് മെറ്റൽ. പാരന്റ് മെറ്റലിനേക്കാളും ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും ഉണ്ടാവാം. കാരണം എന്താ? ഇൻ ബിറ്റ്വീൻ ഉള്ള സ്പേസസ് ഒക്കെ ഫിൽ ചെയ്താ പോയിരിക്കുന്നത്, അല്ലാതെ വാസ്റ്റ് ആയിട്ടുള്ള പുതിയ സ്പേസസ് ഫോം ചെയ്തിട്ടില്ല. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കാനുള്ളത് നോൺ സ്റ്റോഷിയോമെട്രിക് എന്നുള്ള ടേം ശ്രദ്ധിക്കണം. നോൺ സ്റ്റോഷിയോമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ സ്റ്റോഷിയോമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ എണ്ണം നമുക്കൊരു പർട്ടിക്കുലർ റേഷ്യോയിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല എങ്കിൽ, ഇപ്പൊ ഇവിടുത്തെ കോമ്പൗണ്ട്സ് ആയിരിക്കാം, ഒരു മെറ്റലും ഉണ്ടാവും ഹൈഡ്രജനും ഉണ്ടാവും. അപ്പൊ ഈ മെറ്റലിന്റെയും ഹൈഡ്രജന്റെയും നമ്പർ നമുക്കൊരു പർട്ടിക്കുലർ റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അവരെയാണ് നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് എന്ന് പറയാം. ഇപ്പൊ NaCl ആണെങ്കിൽ എന്താ? ഒരു സോഡിയം ഒരു ക്ലോറിൻ ആണുള്ളത്. അപ്പൊ അവിടുത്തെ റേഷ്യോ എന്താ? 1:1 ആണ്. അല്ലെങ്കിൽ H2O എന്താ? ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. അപ്പൊ എന്താ? 2:1 റേഷ്യോ ആണ് വരാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വലിയ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ C6H12O6 എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പൊ അവിടുത്തെ റേഷ്യോ എന്താ? 1:2:1 എന്നുള്ള രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6 ആണ് ഗ്ലൂക്കോസിന്റെ ഫോർമുല. ഇതിൽ ഏതൊക്കെ ആറ്റംസ് വന്നേക്കുന്നത്? കാർബൺ വന്നിട്ടുണ്ട്, ഹൈഡ്രജൻ വന്നിട്ടുണ്ട്, ഓക്സിജൻ വന്നിട്ടുണ്ട്. ഇവരുടെ ആക്ച്വൽ റേഷ്യോ 6 കാർബൺ ഉണ്ട്, 12 ഹൈഡ്രജൻ ഉണ്ട്, 6 ഓക്സിജൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് എക്സാക്ട് നമ്പർ പറയാ. ഇപ്പൊ നമ്മളെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണേനല്ലേ നമ്മളെ റേഷ്യോ എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ റേഷ്യോനെ എനിക്ക് എന്ത് പറയാൻ പറ്റും? 1:2:1 എന്നുള്ള രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് എന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റാത്ത കോമ്പൗണ്ട്സിനെ നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് എന്ന് പറയും. അപ്പൊ ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്സ് ഒക്കെ ഉണ്ടാ നോൺ സ്റ്റോഷിയോമെട്രിക് ആണ് എന്ന് പറഞ്ഞാൽ അതിലിപ്പോ ഈ ഒരു കോമ്പൗണ്ടിൽ ഇത്ര ഹൈഡ്രജനും ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത്ര ഹൈഡ്രജന് ഇത്ര ആറ്റംസ് ആയിരിക്കും ഷെയർ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് നോൺ സ്റ്റോഷിയോമെട്രിക് എന്ന് പറയാം. എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ടൈറ്റാനിയത്തിന്റെ ഒരു ഹൈഡ്രൈഡ് ആണ്. ഇവിടെ നമുക്ക് ഒരു ടൈറ്റാനിയത്തിനോടൊപ്പം ബോണ്ട് ചെയ്തേക്കുന്ന എത്രയാ? 1.73 ഹൈഡ്രജൻ ആണ് പറയുമ്പോ കോമൺ ഷെയറിംഗ് എന്നുള്ള രീതിയിലേക്കാണ് പോയേക്കുന്നത്. ഇപ്പോ വരയ്ക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് വരച്ചാലേ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. കുറേ സർക്കിൾസ് ഞാൻ ഇങ്ങനെ വരച്ചു. ഇതൊക്കെ എന്താ? മ്യൂച്വലി ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അല്ലെ? ഇപ്പൊ ഈ നടുക്കത്തെ ഇവിടെ ഇപ്പൊ ഒരു ലെയറും കൂടി ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബാക്കി ലെയർ ഞാൻ വരയ്ക്കുന്നില്ല. ഇവിടെ ഇപ്പൊ എന്താ? ഈ ഒരു 3 പേര് ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് ലെയറിലെ ഈ 2 ഈ താഴത്തെ ലെയറിലെ ഈ ഒരെണ്ണം, ഇവര് 3 പേരും കൂടി എന്താ? ഇൻ കോണ്ടാക്റ്റിലാണ്. ഇവര് 3 പേരുടെയും കൂടി ഇൻ കോണ്ടാക്ട് സ്പേസിൽ ഇവിടെ എന്താ? ഒരു സ്പേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലെ? ഈ സ്പേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ സ്പേസിലേക്ക് ആയിരിക്കും ആര് വന്നിരിക്കുക? ഹൈഡ്രജൻ വന്നിരിക്കുക.
ഈ ഒരു സ്പേസിലായിരിക്കും എന്ത് ഹൈഡ്രജൻ വന്നിരിക്കുക. അപ്പൊ ഈ ഹൈഡ്രജൻ എന്താ ചുറ്റുമുള്ള ആറ്റംസിനോടൊക്കെ സറൗണ്ടഡ് ആണ്. ഇപ്പൊ ഈ ഞാൻ വരച്ചേക്കുന്നതിൽ 3 സറൗണ്ടിങ് ആറ്റംസ് ആയിട്ട് വന്നേക്കണേ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ അതിന് ചുറ്റുമുള്ള മെറ്റൽസ് ട്രാൻസിഷൻ മെറ്റൽസ് ഒക്കെ എന്താ ഷെയർ ചെയ്തായിരിക്കും ഇരിക്കുക. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്താ ടൈറ്റാനിയത്തിന്റെ ഹൈഡ്രേറ്റ് ആണ് 1.73 എന്ന് പറയുമ്പോൾ അത്രത്തോളം ഷെയറിംഗ് അവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര ഹൈഡ്രജൻ ആണെന്നുള്ള രീതിയിൽ പ്രോപ്പർലി പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ജസ്റ്റ് 2 എക്സാമ്പിൾ, ഒരു എക്സാമ്പിളെങ്കിലും ഓർത്ത് വെക്കുക. ടൈറ്റാനിയം ഹൈഡ്രേറ്റ് വന്നിട്ടുണ്ട് 1.73 ആണ് ഹൈഡ്രജന്റെ നമ്പർ തന്നേക്കുന്നത്. പിന്നെ സിർക്കോണിയത്തിന്റെ ഹൈഡ്രേറ്റ് ആണ് SRH, അവിടെ 1.92 ആണ്. നോൺ സ്റ്റോഷിയോമെട്രിക് ആണെന്ന് മാത്രം ഓർത്ത് വെക്കുക. എന്ന് പറയുമ്പോൾ പ്രോപ്പർലി ഇത്ര മെറ്റൽസിന് അതിലെ എലമെന്റ്സിന്റെ കോമ്പോസിഷൻ ഇത്ര എണ്ണാണെന്ന് വെച്ചിട്ടുള്ള റേഷ്യോ എനിക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. അതാണ് നോൺ സ്റ്റോഷിയോമെട്രിക് മീനിങ്. ജസ്റ്റ് എന്താ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഇനി അടുത്തത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്താ ഹൈഡ്രജനും ഫസ്റ്റ് എലമെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഹൈഡ്രജന്റെ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസും കൂടി പറഞ്ഞിട്ടാണ് ഹൈഡ്രജന്റെ പോർഷൻ എൻഡ് ആയിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജനെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈഡ്രജൻ ഹൈലി ഫ്ലെയിമബിൾ ആണ് എന്ന് പറയുമ്പോൾ എന്താ പെട്ടെന്ന് കത്ത് പിടിക്കുന്ന ഒരു ഗ്യാസ് ആണ് എന്ത് ഹൈഡ്രജൻ. പക്ഷെ ഈ ഹൈഡ്രജന് കുറെ അധികം ബെനഫിറ്റ്സ് ഉണ്ട്. അതിൽ ഒരു ബെനഫിറ്റ്സ് ആണ് നമുക്ക് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഹൈഡ്രജൻ ഇപ്പൊ എന്താ പെട്ടെന്ന് കത്ത് പിടിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കത്ത് പിടിക്കാൻ സഹായിക്കുന്ന സാധനത്തിനെയല്ലേ ഫ്യൂവൽ എന്ന് പറയാം. അപ്പൊ എന്താ പെട്ടെന്ന് കത്ത് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കത്ത് പിടിക്കണം, അതുപോലെ നല്ല എനർജറ്റിക്കോടെ കത്ത് പിടിക്കുകയാണെങ്കിൽ അത് നമുക്കിപ്പോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബേണിംഗ് ആപ്ലിക്കേഷൻ ഒക്കെ നല്ലതല്ലേ. ഇപ്പൊ നമ്മൾ എന്താ ഡീസല്, പെട്രോള്, LPG ഇതൊക്കെ എന്താ ഫ്യൂവൽസ് ആണ്. അപ്പൊ നമ്മൾ ഡീസൽ ഉപയോഗിക്കേണ്ട കേസിൽ ഡീസൽ തന്നെ ഉപയോഗിക്കണം, പെട്രോൾ ഉപയോഗിക്കേണ്ട കേസിൽ പെട്രോൾ ഉപയോഗിക്കണം. കാരണം അത് എത്രത്തോളം നമുക്ക് ഹീറ്റ് എനർജി ആവശ്യമുണ്ടെന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഓരോരോ ഫ്യൂവൽസ് യൂസ് ചെയ്യുക. അതുപോലെ നമുക്ക് ഹൗസ് ഹോൾഡ് പർപ്പസിന് നമ്മൾ LPG യൂസ് ചെയ്യണം. അപ്പൊ എന്താ വിറകിന്ന് LPGയിലേക്ക് മാറി. അതെന്താ വിറകിന്ന് നമ്മൾ LPGന്ന് മാറാൻ കാരണം വിറക് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലെസ് എനർജി ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി എത്രത്തോളം വിറക് വേണോ അത്രയും വിറക് കത്തിച്ചാൽ നമുക്ക് എന്താ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് പർപ്പസിന് യൂസ് ചെയ്യുന്ന സിലിണ്ടറിന്റെ വെയിറ്റ് ഓൾമോസ്റ്റ് ലെസ് ദാൻ 50 kg ആണ്. ആ 50 kg ഉള്ള വിറക് ആണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ ഒരു മിനിമം 2 to 3 days വരെ നമുക്ക് കുക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേസമയം ഒരു 50 kg ഉള്ള LPG സിലിണ്ടർ ഓൾമോസ്റ്റ് ഒരു 1 month എല്ലാ പർപ്പസിനും ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. കാരണം എന്താ അത്ര ആ ഒരു ഫ്യൂവലിന്റെ എഫിഷ്യൻസിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ഹൈഡ്രജൻ എന്താ ഹൈലി എഫിഷ്യന്റ് ഫ്യൂവൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈഡ്രജന്റെ പ്രോസസ്സിങ് ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫ്ലെയിമബിൾ ആണ്. അപ്പൊ ഈ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഹൈഡ്രജനെ ഒരു സേഫ് മെത്തേഡിൽ ഹാർവെസ്റ്റ് ചെയ്ത് അതിനെ ഫ്യൂവൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അത് വളരെയധികം എക്സ്പെൻസീവ് ആണ്. പിന്നെ സേഫ്റ്റി കൺസേൺസും ഉണ്ട്. ഇത് രണ്ടുമാണ് ഹൈഡ്രജനെ നമുക്ക് ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നതിലുള്ള കറന്റ് റീസൺ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ഹൈഡ്രജനെ നമുക്കൊരു സേഫർ അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള വേയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു എക്സാക്ട്ലി ഐഡിയ കിട്ടിയിട്ടില്ല. എന്താ ഈ ഹൈഡ്രജൻ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്നാമത് എഫിഷ്യൻസി കൂടുതലാണ്, പിന്നെ ഫ്രീ ഓഫ് പൊല്യൂട്ടൻസ് ആണ്. ഇപ്പൊ ഹൈഡ്രജൻ ബേണിംഗ് ഇത് എല്ലാ ഫ്യൂവൽസും എന്താ ബേൺ ചെയ്യല്ലേ ചെയ്യുന്നത്. ഫ്യൂവൽസ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യുക, ആ ഫ്യൂവലിന്റെ കോമ്പോസിഷനിലുള്ള കറസ്പോണ്ടിങ് ഓക്സൈഡ്സ് ആയിരിക്കും ഫോം ചെയ്യാം. ഇവിടെ അപ്പൊ ഹൈഡ്രജൻ ഓക്സിജനായിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും. ഈ വാട്ടർ ആയതുകൊണ്ട് പൊല്യൂഷൻ ഒന്നുമില്ല, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഈ കിട്ടുന്ന വാട്ടർ നമുക്ക് വേറെ എന്തെങ്കിലും യൂസസിന് എടുക്കാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും കെമിക്കൽ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും വാട്ടർ യൂസേജിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സീറോ വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ബട്ട് സ്റ്റിൽ ദ പ്രോസസിങ് ഓഫ് ദി ഹൈഡ്രജൻ ടു ദി ഫ്യൂവൽ പ്രോസസിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഈ ബൈ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കി വെക്കാം. ഉണ്ടോ, ഹൈഡ്രജൻ ഗ്യാസ് കുഡ് ബി റീപ്ലേസ് ഗ്യാസോലിൻ ടു പവർ ഓട്ടോമൊബൈൽസ്. പിന്നെ ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്തതിനെ ഫ്യൂവൽ സെൽ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മേജർ അഡ്വാൻറ്റേജ് ഫ്രീ ഓഫ് പൊല്യൂട്ടൻസ് ആണ്, ബൈ പ്രോഡക്റ്റ് വാട്ടർ ആണ്, അതും ഓർത്ത് വെക്കുക. പിന്നെ
ഇത് ഇത്രയാണ് ഹൈഡ്രജന്റെ ഫ്യൂവലിന്റെ അവിടെ കേസിൽ ഓർത്ത് വെക്കാനുള്ളത്. പിന്നെ നമ്മളിപ്പോ കറന്റിലി യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്താ, ഫ്രം പെട്രോളിയം ആണ് അല്ലെ. കോലിന്നാണ് നമ്മൾ കറന്റിലി യൂസ് ചെയ്യുന്ന ഫ്യൂവലൊക്കെ ഉള്ളത്. അതൊക്കെ എന്താ തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ സ്റ്റിൽ പെർമനന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോളാർ എനർജി എന്താ പെർമനന്റ് സോഴ്സ് ആണ്, അത് എപ്പോഴും ഒരിക്കലും തീരാൻ പോകുന്നില്ല. അതുപോലെ ഇപ്പൊ എന്താ വിൻഡ് അങ്ങനത്തെയൊക്കെ സോഴ്സസ് എന്താ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷെ ഈ കോല് പെട്രോളിയം ഒക്കെ വൺസ് ഡിപ്ലീറ്റ് ചെയ്തതിനെ തീർന്നതായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി എർത്തിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ എന്താ വൺസ് ഫോം ചെയ്ത സാധനത്തിനെയാണ് നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഹൈഡ്രജൻ ആണെങ്കിലും സോളാർ അതൊക്കെയാണെങ്കിലും എന്താ കൺവെൻഷണൽ ആണ്, ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ എന്താ ഹൈഡ്രജൻ എങ്ങനെ ഫ്യൂവൽ ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് നോക്കുന്നത്. ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പാരഗ്രാഫ് ഒന്ന് വായിച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തേക്കുന്നത് എസ് സബ്ഷെല്ലായിരിക്കും. എസ് സബ്ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പോയേക്കുന്നതെങ്കിൽ അവരെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. അപ്പൊ എസ് ബ്ലോക്കിൽ എത്രയാ, എസ് സബ്ഷെല്ലിൽ മാക്സിമം എത്രയാ 2 ഇലക്ട്രോൺസ് ആയിരിക്കും ഫിൽ ആയിട്ടുണ്ടാവുക. അപ്പൊ എന്താ NS1 വരണവരെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്, ദെൻ NS2 വന്നവർ എന്താ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും കൂടി കൂടിയതാണ് എന്ത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് വരാം. ഇനി ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും പറയും. ഈ പേരും പഠിച്ചു വെക്കണം. ആൽക്കലൈൻ മെറ്റൽസ് ആണ് എന്ത് NS1 ആണ് കോൺഫിഗറേഷൻ, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഗ്രൂപ്പ് 2 ആണ്, അവരെന്താ NS2 ആണ് കോൺഫിഗറേഷൻ വരാം. രണ്ടുപേരും കൂടി കൂടുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് നമ്മൾ പറയാം. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരൊക്കെയാണ് വരണേന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ എലമെന്റ്സ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ആൻഡ് ഫ്രാൻസിയം ആണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരാം, അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിൽ വരാം. ദെൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. ഇവർ ഇത്രയും പേരാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ വരാം. ഇവർ ഇത്രയും പേരാണ് ഓൾ ടോട്ടൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് വരാം. ഇനി ആൽക്കലി മെറ്റൽസ് ഗ്രൂപ്പ് 1നെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആൽക്കലി മെറ്റൽസ് കോൺഫിഗറേഷൻ എന്താ, ഔട്ടർമോസ്റ്റ് S1 ആണ് കോൺഫിഗറേഷൻ. ഇവരെന്താ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ആണ്. ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എപ്പോഴാ വരാ, ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നവർക്കാണ് എന്താ പോസിറ്റീവ് ക്യാരക്ടർ വരാ. ഇലക്ട്രോണിനെ വാങ്ങുവാണെങ്കിൽ അവർക്കാണ് എന്ത് വരാ, നെഗറ്റീവ് ക്യാരക്ടർ വരാം. ഇപ്പൊ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ എന്താ, അവരെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ സോഡിയം എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റ് ആണെന്ന് പറഞ്ഞു. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ കോൺഫിഗറേഷൻ എന്താ വരാ, 1s2, 2s2, 2s2, 2p6 ആൻഡ് 3s1 ആണ് വരാ. ഇപ്പൊ എന്താ, ഇതിപ്പോ എല്ലാ എലമെന്റ്സും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനാണ് നോക്കുക. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് മോസ്റ്റ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം. ഇപ്പൊ ഈ സോഡിയത്തിന്റെ കേസിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് 1 എലമെന്റ്സിന്റെ കേസിൽ ഈ എസ് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് കിട്ടുക. അപ്പൊ എന്താ, അവര് ആ ഒരു ഇലക്ട്രോണെ എങ്ങനെ കൊടുക്കാന്ന് ഓർത്ത് വിചാരിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അതെന്താ, അവരെ ഇലക്ട്രോണെ കൊടുക്കുന്നവരെ നമ്മൾ എന്താ പറയും, പോസിറ്റീവ് എന്ന് പറയും. അപ്പൊ ഇവരെന്താ ആൽക്കലി മെറ്റൽസ് ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ആണ്. അതുപോലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണെങ്കിൽ അവരുടെ കേസിലും S2 ആണ് കോൺഫിഗറേഷൻ വരാം. അവരും എന്താ 2 ഇലക്ട്രോണെ കളയാനായിരിക്കും നോക്കാം. ആൽക്കലി മെറ്റൽസ് ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് രണ്ടുപേരും എന്താ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ആണ്. അത് ഓർത്ത് വെക്കുക. ഇനി ഇവര് എങ്ങനെയാണ് ഇവർ ഭൂമിയിൽ കാണപ്പെടുക, ഒക്കറൻസ് ആണ് ജസ്റ്റ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. എന്താ സോഡിയം പൊട്ടാസ്യം ഒക്കെ എന്താ വളരെയധികം ഭൂമിയിൽ കാണുന്നതാണ്. സോഡിയം ക്ലോറൈഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് എന്താ ഗ്രൂപ്പ് 1 എലമെന്റിന്റെ കോമ്പൗണ്ട് ആണ്. സോഡിയത്തിന്റെ കോമ്പൗണ്ട് ആണ് സോഡിയം ക്ലോറൈഡ്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ സോൾട്ട്. ഇനി ഈ ജസ്റ്റ് ഒരു പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചില്ലി സാൾട്ട്പീറ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്താ, സോഡിയം നൈട്രേറ്റ് ആണ്. സോഡിയം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താ NO2 ആയിട്ട് സോഡിയം പ്ലസ് NO2 കോമ്പൗണ്ട് ഇനിയാണ് നമ്മൾ സോഡിയം നൈട്രേറ്റ് എന്ന് പറയാം. ഡെസേർട്സ് ഓഫ് ചില്ലിയിൽ കാണപ്പെടുന്ന അവിടെ കണ്ടിരുന്ന ഒരു എന്താ കോമ്പൗണ്ട് ആണ്. മെയിൻലി പറയുന്ന സോഡിയം പൊട്ടാസ്യം എന്ന ഭൂമിയിൽ വളരെയധികം പല ഫോംസിൽ കാണപ്പെടണമെന്നേ ഉള്ളൂ. ദെൻ ഇവിടെ കാർണിലൈറ്റ് എന്ന് പറയുന്നത് എന്താ,
ഒരു പൊട്ടാസ്യത്തിന്റെ കോമ്പൗണ്ട് ആണ്. ജസ്റ്റ് ഒന്ന് പേര് ഓർത്ത് വെക്കുക. ഇത് എന്തിന്റെ കോമ്പൗണ്ട് ആണ്, ഏത് മെറ്റൽ ആണ് അതിൽ പ്രസന്റ് ആയിരിക്കുന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കെമിക്കൽ ഫോർമുല ഒന്നും ഓർത്തിരിക്കണമെന്നില്ല. കാർണലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഉള്ളത്, പൊട്ടാസ്യം ആണ്. ചില്ലി സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അടച്ച് സോഡിയം ആണ്. അത് മാത്രം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതൊക്കെ ലിഥിയം, റുബീഡിയം, സീസിയം ഒക്കറിൻ ഫ്യൂ റയർ അലൂമിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ലിഥിയം, റൂബിയം, സീസിയം ഒക്കെ എന്താ ഭൂമിയിൽ വളരെ കുറച്ചേ കാണപ്പെടുന്നുള്ളൂ കമ്പാരിറ്റീവ് ടു സോഡിയം ആൻഡ് പൊട്ടാസ്യം. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളത് വിച്ച് ഈസ് ദ റേഡിയോ ആക്റ്റീവ് ആൽക്കലി മെറ്റൽ. റേഡിയോ ആയിട്ടുള്ള ആൽക്കലി മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് ഫ്രാൻസിയാണ്. ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസിന് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ അങ്ങനത്തെ റിയാക്ഷൻസ് തരണവരെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് എന്ന് പറയാം. അപ്പോൾ ഫ്രാൻസിയം ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റൽ ആണ്. അതും അതിന്റെ ഐസോട്ടോപ്പ് എന്താ, ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, ഏറ്റവും കൂടുതൽ ലൈഫ് ഉള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പും കൂടിയാണ്. ഏകദേശം ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 21 മിനിറ്റ്സ് ആണ്. എന്ന് പറയുമ്പോൾ എത്ര നേരം ആ ഒരു ഫോമിൽ നിൽക്കണു എന്നുള്ളതിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയാം. ഹാഫ് ലൈഫ് 21 മിനിറ്റ്സ് ആണ്. അത് എത്ര ഓർത്ത് വെച്ചില്ലെങ്കിലും വിച്ച് ഈസ് ദ റേഡിയോ ആക്റ്റീവ് ആൽക്കലി മെറ്റൽ എന്ന് പറയുമ്പോൾ ഫ്രാൻസിയം എന്ന് ഓർത്ത് വെക്കാം. മേ ബി വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ദെൻ ജസ്റ്റ് കോൺഫിഗറേഷൻ നോക്കാം. എല്ലാത്തിനും കോൺഫിഗറേഷൻ എന്താ, ലാസ്റ്റത്തെ കോൺഫിഗറേഷൻ NS1 ആയിരിക്കും. ഇതിപ്പോ ലിഥിയം ഫസ്റ്റ് പീരീഡിലാണ്. അപ്പൊ ഫസ്റ്റ് പീരീഡ് അല്ല, സോറി, സെക്കൻഡ് പീരീഡിലാണ്. അപ്പൊ എന്താ 2s ആയിരിക്കും. ഏതാണ് കറസ്പോണ്ടിങ് പീരീഡ് അതായിരിക്കും അവരുടെ ലാസ്റ്റത്തെ ഓർബിറ്റിൽ ലാസ്റ്റത്തെ ഇലക്ട്രോൺ ഫിൽ ആയിട്ടുണ്ടാവാം. ഇപ്പൊ ലിഥിയം എന്ന് പറയുമ്പോൾ സെക്കൻഡ് പീരീഡിൽ വന്നു, സോഡിയം തേർഡിൽ വന്നു. അങ്ങനെ ഓരോരോ പീരീഡിൽ ഫസ്റ്റ് എലമെന്റ്സ് ആണ് എന്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്, ഗ്രൂപ്പ് 1 എലമെന്റ്സിൽ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ജസ്റ്റ് കോൺഫിഗറേഷൻ ഒന്ന് നോക്കി വെക്കാം. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഡയറക്ട്ലി വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വിത്തൗട്ട് റിയാക്ഷന്റെ ടേംസിൽ അല്ലാതെ വരുന്ന പ്രോപ്പർട്ടീസ്, ഇപ്പൊ ഡെൻസിറ്റി, കളറ്, പിന്നെ എന്താ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസ് പറയുകയാണെങ്കിൽ അവരെന്താ യൂണിപോസിറ്റീവ് അയോൺസ് ആണ്. യൂണിപോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, ഓൾറെഡി നമ്മൾ ഇലക്ട്രോപോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇവിടെ സ്പെസിഫിക് ആയിട്ട് എന്ന് പറയുന്നു യൂണിപോസിറ്റീവ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ടായിരിക്കും അവര് എന്താ നിൽക്കുന്നുണ്ടാവാ. ഇനിയിപ്പോ നമ്മള് എന്താ ഓൾറെഡി പറഞ്ഞു, ഓരോരോ പീരീഡിലും ഓരോരോ എലമെന്റ് വെച്ചിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഓരോരോ പീരീഡ് എന്ന് പറയുമ്പോൾ എന്താ, ഓരോരോ ഷെല്ല് വെച്ചിട്ട് കൂടി വരികയാണ് ചെയ്യുന്നത്. ഷെല്ലിന്റെ എണ്ണം കൂടണ അനുസരിച്ച് എന്താ, സൈസ് കൂടും അല്ലെ. ഇതിപ്പോ ന്യൂക്ലിയസിന് ചുറ്റും ഫസ്റ്റത്തെ ഒരു ഷെല്ല് വന്നു. ഇതില് 2 ഇലക്ട്രോൺ ഫില്ലായി. ആ 2 ഇലക്ട്രോൺ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷെല്ല് വന്നു. ഷെല്ല് കൂടുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഓർബിറ്റ് കൂടുന്ന അനുസരിച്ച് ആ ആറ്റത്തിന്റെ സൈസ് എന്താ കൂടി വരികയാണ്. എന്ന് പറയുന്നത് സിമ്പിൾ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഡൗൺ ദി ഗ്രൂപ്പ്, പീരിയോഡിക് ടേബിളിൽ ഡൗൺ ദി ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ മോളിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ എലമെന്റ്സിന്റെ സൈസ് കൂടിയാണ് വരുന്നത്. അതിന് റീസൺ എന്താ, ഷെൽ നമ്പർ കൂടുന്നോണ്ടാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ പോർഷൻ ഇവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് തൊട്ടിട്ടുള്ള എല്ലാ ലൈനും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഫുള്ളും പഠിക്കേണ്ടതില്ല. ഫുള്ളും നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം എന്താ, എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കേണ്ടത്, ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോപോസിറ്റീവ് അയോൺസ് ആണ്. മോളിന് താഴേക്ക് ഗ്രൂപ്പിൽ വരും തോറും ഷെല്ലിന്റെ എണ്ണം കൂടണം. അതുകൊണ്ട് എന്താ, എലമെന്റിന്റെ സൈസും കൂടണം. അത് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ പോകാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ ത്രൂ ഔട്ട് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയത് മാത്രമേ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുമ്പോൾ ആ വേർഡ് എന്തായാലും എഴുതണം, അല്ലാതെ ബാക്കി എഴുതണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താ, ഈ ഒരു പോയിന്റ് എഴുതുമ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഇൻക്രീസസ് ഡ്യൂ ടു അഡീഷൻ ഓഫ് ന്യൂ ഷെൽ എന്നുള്ളത് മീനിങ് ഫുള്ളായിട്ട് എഴുതി നിർത്താന്നാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതിപ്പോ എല്ലാം അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാതിരിക്കുന്നതിന് പകരം മോർ ഇമ്പോർട്ടന്റ് മാത്രം ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊരു സൈസ് കമ്പാരിസൺ തന്നേക്കുന്നതാണ്, അത് നിങ്ങൾ നോക്കേണ്ടതില്ല. ഇത് വെച്ചിട്ടൊന്നും ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കില്ല. ജസ്റ്റ് എന്താ, അയോണിക് റേഡിയസ് കൂടി വരും, ഡൗൺ ഗ്രൂപ്പ് റേഡിയസ് കൂടി വരുന്നുള്ളൂ. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ താഴെ പഠിക്കും.
ഇനി എന്താ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു എലമെന്റ് ഏത് ഫോമിലാണോ നോർമലി എക്സിസ്റ്റ് ചെയ്യണേ അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. ഇപ്പൊ ഇവിടെ കോമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്ത് കഴിയുമ്പോൾ എന്താ ഒരു ഇലക്ട്രോണെ വിട്ടു കൊടുത്തിട്ടായിരിക്കും അതിന്റെ കോമ്പൗണ്ട്സിലൊക്കെ ഉണ്ടാവാം. സോ എന്താ ഒരു ഇലക്ട്രോണെ വിട്ടു കൊടുക്കുന്നതുകൊണ്ട് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഉള്ളത്. പിന്നെ ഓൾറെഡി പറഞ്ഞു ഡൗൺ ദി ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് കൂടി ആറ്റോമിക് സൈസ് തന്നെ അയോണിക് റേഡിയം രണ്ടും എന്താ കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് എന്താ സിമ്പിൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ലിഥിയത്തിനായിരിക്കും ഏറ്റവും കുറവ്, കൂടുതൽ വരുന്നത് സീസിയത്തിനായിരിക്കും. അതിനുള്ള റീസൺ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയം ഇൻക്രീസസ് സിൻസ് ദി നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് as we go down. ഇനി അയോണൈസേഷൻ എനർജി പഠിക്കാനുണ്ട്. അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള എനർജി, അതിനെയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് പറയാം. എന്താ, ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ലാസ്റ്റത്തെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ എത്രത്തോളം എനർജി വേണോ അതിനെയാണ് എന്ത് പറയാ, അയോണൈസേഷൻ എനർജി എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലിഥിയത്തിന്റെ കേസിൽ എന്താ, ലിഥിയത്തിന്റെ കോൺഫിഗറേഷനിൽ 2s1 അല്ലേ വരുന്നേ. ലിഥിയത്തിന്റെ കേസില് 1s2 2s1 ആണ് ആരുടെ കോൺഫിഗറേഷൻ, ലിഥിയത്തിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ലിഥിയത്തിന്റെ കേസിൽ ന്യൂക്ലിയസിന് പുറത്ത് ഒരു ഷെല്ലുണ്ട്, അതിന് പുറത്ത് എന്താ വീണ്ടും ഒരു ഷെല്ലുണ്ട്. ആകെ 2 ഷെല്ല് എന്തുണ്ടോ ലിഥിയത്തിന്റെ കേസിലുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നവരെന്താ, ടീച്ചർ ഫസ്റ്റ് ബെഞ്ചിന്റെ ഫ്രണ്ടിലായിരിക്കും ഉണ്ടാവുക. ടീച്ചർ ഫസ്റ്റ് നിൽക്കണു, ടീച്ചറിന്റെ ഫ്രണ്ടിൽ ഫസ്റ്റ് ബെഞ്ചിലെ കുട്ടികളും ടീച്ചറും തമ്മിൽ എന്താ കമ്പാരിറ്റീവ്ലി ഒരു സ്ട്രോങ് കണക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ടീച്ചറിന്റെ സ്ട്രിക്റ്റ് കൺട്രോളിലായിരിക്കും ആരുണ്ടാവുക, ഫസ്റ്റ് ബെഞ്ചിലെ കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് ബെഞ്ചിലെ കുട്ടികൾക്ക് എന്താ ടീച്ചറിനെ വെട്ടിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടികളെ വരെ ടീച്ചർക്ക് കാണാൻ പറ്റുമോ, കാരണം എന്താ അതിനിടയ്ക്ക് വരെ ഫസ്റ്റ് ബെഞ്ച് തൊട്ട് ലാസ്റ്റ് ബെഞ്ച് വരെ കുറെ ബെഞ്ചസും കുറെ കുട്ടികളും ഇരിക്കും. അപ്പൊ ടീച്ചർക്ക് ലാസ്റ്റ് ബെഞ്ചിലുള്ളവരെ പ്രോപ്പർലി വിസിബിൾ ആയിരിക്കില്ല, അതുവരെ ശ്രദ്ധ കിട്ടണം എന്നില്ല. അപ്പൊ ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടികൾക്ക് എന്താ ടീച്ചറെ ശ്രദ്ധിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അയോണൈസേഷൻ എനർജി ഇപ്പൊ നമ്മൾ പറയാ, ഫസ്റ്റ് ന്യൂക്ലിയസ്, ഇവിടെ ആരാ ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസിന് അടുത്ത് കിടക്കുന്ന ഷെല്ല് അതാണ് ഫസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് എന്താ വളരെ ഭയങ്കര ക്ലോസ്ലി ബോണ്ടഡ് ആയിരിക്കും. കാരണം ആ പ്ലസ് ചാർജിന് തൊട്ടടുത്ത് കിടക്കുന്ന നെഗറ്റീവ് ഇലക്ട്രോൺ ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് അട്രാക്ട് ചെയ്ത് വെച്ചേക്കായിരിക്കും ഒരു ന്യൂക്ലിയസ്. പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ആ അട്രാക്ഷന്റെ എമൗണ്ട് കുറഞ്ഞോണ്ടേയിരിക്കും. എന്ന് പറയുമ്പോ എന്താ ലാസ്റ്റത്തെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുമായിട്ട് അത്രത്തോളം അട്രാക്ഷൻ ഉണ്ടാവില്ല. ഇപ്പൊ ലാസ്റ്റത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനെ എന്താ പെട്ടെന്ന് ആ സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടീച്ചർ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടിക്ക് ക്ലാസ്സിൽ നിന്ന് വേണം ലീവ് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടിക്ക് കിടന്നുറങ്ങാം, ടീച്ചർ ടീച്ചറിന്റെ ശ്രദ്ധ കിട്ടാൻ പോകുന്നില്ല. അതുപോലെ അത് വെച്ചിട്ടാണ് അയോണൈസേഷൻ എനർജി പറയാൻ പറ്റുക. സൈസ് കൂടുന്നതനുസരിച്ച് ആസ് ദി സൈസ് ഇൻക്രീസസ് ഇറ്റ് ബിക്കം ഈസിയർ ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. സൈസ് കൂടുന്നതനുസരിച്ച് ലാസ്റ്റത്തെ ഷെല്ലിൽ നിന്ന് എന്താ ഒരു ഇലക്ട്രോണെ കളയാൻ എളുപ്പമായിരിക്കും. അതിന് റീസൺ എന്താ, ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് കൂടുന്തോറും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞേയിരിക്കും. അട്രാക്ഷൻ കുറയണനുസരിച്ച് എന്താ, അട്രാക്ഷൻ കുറവാണെങ്കിൽ ആ ലാസ്റ്റ് കിടക്കുന്ന ആളെ എന്താ പെട്ടെന്ന് ആ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും കുറവ് അയോണൈസേഷൻ എന്താൽപ്പി ആർക്കായിരിക്കും ഉണ്ടാവുക, ലോവർ ദി ഗ്രൂപ്പ് എലമെന്റ്സിനായിരിക്കും ഉണ്ടാവുക. ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഫിനോമിന. അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ലാസ്റ്റത്തെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ എത്രത്തോളം എനർജി വേണോ അതിനെയാണ് അയോണൈസേഷൻ എനർജി എന്ന് പറയാം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്താ പറയാ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയാം. ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ ഇൻക്രീസസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ ഇലക്ട്രോപോസിറ്റീവ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അയോണൈസേഷൻ എൻതാൽപ്പി കുറയുവാണെങ്കിൽ എന്താ, അയോണൈസേഷൻ എൻതാൽപ്പി കുറയണനുസരിച്ച് എനിക്ക് കൂടുതൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ പറ്റും. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും തോറും എന്താ ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ കൂടിയിരിക്കും. അപ്പൊ എന്ത് പറ്റും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺ
ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയാ. ഡൗൺ ദി ഗ്രൂപ്പ് എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവായിരിക്കും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യാ ഇലക്ട്രോണിനെ വാങ്ങിയെടുക്കാനായിരിക്കും നോക്കാം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിരിക്കും നോക്കാം. ഇത് ജസ്റ്റ് എന്താ അയണൈസേഷൻ എൻതാൽപ്പിയുടെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെയും ഓർഡർ സെയിം ആണ്. കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താ എബിലിറ്റി ടു അട്രാക്ട് ഇലക്ട്രോൺസ് ആണ്. അയണൈസേഷൻ എൻതാൽപ്പി എന്താ എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് എന്താ മെറ്റാലിക് ക്യാരക്ടർ കൂടും. മെയിൻലി എന്താ ഡൗൺ ദി ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു ഓർത്ത് വെക്കാം. ഇനി ഡെൻസിറ്റി എന്തായിരിക്കും ചെയ്യുക കൂടുമായിരിക്കില്ലേ ചെയ്യുക. കാരണം എന്താ ഡൗൺ ദി ഗ്രൂപ്പ് എന്ന് പറയും തോറും ആറ്റോമിക് നമ്പർ കൂടുമായിരിക്കും കൂടുക. ആറ്റോമിക് നമ്പർ കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ മാസ് നമ്പർ കൂടും, സൈസും കൂടും. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ മാസ് ബൈ വോളിയം ആണ്. ഓട്ടോമാറ്റിക്കലി മാസും കൂടുതലാണ്, അതുപോലെ വോളിയവും കൂടുതലാണ്. സൈസ് കൂടുന്നതനുസരിച്ച് ആറ്റത്തിന്റെ ഷേപ്പ് വലുതായി വരികയല്ല ചെയ്യാം. അപ്പൊ എന്താ ഡെൻസിറ്റി ഡൗൺ ദി ഗ്രൂപ്പ് കൂടി വരികയായിരിക്കും ചെയ്യുക. എക്സെപ്ഷൻ പൊട്ടാസ്യം ഉണ്ടെന്ന് മാത്രം ഓർത്ത് വെക്കാം. ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. ആർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ? പൊട്ടാസ്യത്തിന് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. ജനറലി ഡെൻസിറ്റി ഇൻക്രീസസ് ഫ്രം ലിഥിയം ടു സിലിസിയം ആസ് ആറ്റോമിക് മാസ് ഇൻക്രീസസ്. ഇനി മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡൗൺ ദി ഗ്രൂപ്പ് എന്താ ചെയ്യുക ഡിക്രീസ് ചെയ്യായിരിക്കും ചെയ്യുക. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്കുള്ള കൺവേർഷൻ ആണ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ സോളിഡ് ലിക്വിഡ് ആവുകയാണ് ചെയ്യേണ്ടത് അല്ലെ. സോളിഡ് ലിക്വിഡ് ആവും മെൽറ്റിംഗ് പോയിന്റിൽ. ബോയിലിംഗ് പോയിന്റിൽ എന്താ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമായിരിക്കും ചെയ്യുക. അപ്പൊ എന്താ ഇതിപ്പോ സോളിഡ് പാർട്ടിക്കിൾസ് ഇതിപ്പോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ രണ്ടാൾക്കാർ കൈ കോർത്ത് പിടിച്ചേക്കുന്നു. രണ്ടാൾക്കാർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൈ കോർത്ത് പിടിച്ചേക്കാണെങ്കിൽ മൂന്നാമത് ഒരാള് ആ ഒരു കൈനെ വിടിയിപ്പിക്കണമെങ്കിൽ കുറെ എനർജി കൊടുക്കേണ്ടി വരും അല്ലെ. നല്ല സ്ട്രോങ് ആയിട്ട് കൈ കോർത്ത് പിടിച്ച് ഒരു മനുഷ്യച്ചങ്ങല പോലെ നിൽക്കുകയാണെന്ന് വെക്കാം. അപ്പൊ എന്താ പെട്ടെന്ന് ഒരാൾക്ക് ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മൂന്നാമത് ഒരാള് എന്താ എക്സ്റ്റേണലി ആ ഒരു എവിടെയാണ് അവര് കോർത്ത് പിടിച്ചേക്കുന്നത് അവിടെ വന്ന് ബ്രേക്ക് ചെയ്യണം. അപ്പൊ എത്രത്തോളം സ്ട്രോങ്ലി അവിടെ ബോണ്ട് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം എനർജി കൊടുത്താലേ ആ ഒരു ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യാൻ പോണുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മള് ഇവിടെ ഈ കേസിൽ ഇപ്പൊ അത് അപ്ലൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മള് ഡൗൺ ദി ഗ്രൂപ്പ് പോകും തോറും ഇവിടെ ആരാ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലാണ് അട്രാക്ഷൻ ഉള്ളത് അല്ലെ. ഇപ്പൊ ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ അവര് തമ്മിലുള്ള ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് എന്താ കുറഞ്ഞായിരിക്കും വന്നുകൊണ്ടിരിക്കണ്ടാവുക സൈസ് കൂടുന്നതനുസരിച്ച്. ഇപ്പൊ സൈസ് കൂടുന്നതനുസരിച്ച് ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ അവരെ എന്താ കുറച്ച് എനർജി കൊടുത്തിരുന്ന അവര് സെപ്പറേറ്റ് ആവില്ലേ. ഇപ്പൊ സോളിഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് ഒക്കെ ഭയങ്കര അടുത്തായിരിക്കും, ലിക്വിഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് കുറച്ചും കൂടി അകന്നു, ഗ്യാസ് ആകുമ്പോൾ കുറച്ചും കൂടി അകന്നു. അതാണ് അവിടെ നടന്നേക്കുന്നത്. അപ്പൊ ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ബോണ്ട് വീക്ക് ആണെങ്കിൽ കുറച്ച് എനർജി കൊടുക്കുമ്പോഴേക്കും അവരെന്താ ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഡൗൺ ദി ഗ്രൂപ്പ് എന്താ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും. അതിന് റീസൺ എന്താ വീക്ക് ഇൻ ദ മെറ്റാലിക് ബോണ്ട് വീക്ക് ആയതുകൊണ്ടാണ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറവ് വരാം. ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം നിങ്ങളോട് വൈ ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലെങ്കിൽ വൈ ദി അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ റീസൺ എഴുതാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവാം. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഫ്ലെയിം കളറേഷൻ. ഫ്ലെയിം കളറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ മെറ്റൽസിനൊക്കെ ഫ്ലെയിമിന് കളർ കൊടുക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ അതിന് പിന്നിലുള്ള റീസൺ മനസ്സിലാക്കണം. ഇതിപ്പോ കളർ ഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഏതാണോ ആ മെറ്റൽ കറസ്പോണ്ടിങ് മെറ്റല് എന്താ എനർജി അബ്സോർബ് ചെയ്യും. എനർജി അബ്സോർബ് ചെയ്തിട്ട് അവര് ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് മാറും. ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞുകഴിയുമ്പോൾ അവര് തുടക്കത്തിൽ ഹൈ എനർജി കിട്ടിയതിന്റെ സന്തോഷത്തിലായിരിക്കും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് അവർക്ക് എന്താ വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് എത്താനായിരിക്കും അവര് നോക്കുന്നുണ്ടാവാം. ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ എന്താ ഫുഡ് കഴിച്ച് നമ്മള് ഒരു മനുഷ്യനെ വെച്ച് നോക്കുമ്പോ ഫുഡ് കഴിച്ച് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന സമയമാണ് അല്ല ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് ഒരു അത്യാവശ്യം നല്ല മെന്റൽ പീസോടെ ഇരിക്കുന്ന സമയമാണ് അയാൾക്ക് എന്താ സ്റ്റേബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് പറയാൻ പറ്റാം അല്ലെ. പക്ഷെ ഒരു വിശന്നിരിക്കുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്താ അൺസ്റ്റേബിൾ ടൈമാണ്. അല്ലെങ്കിൽ ഫുഡ് പെട്ടെന്ന് കുറേ നേരം വിശന്ന് ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ എന്താ ഫുഡ് കഴിച്ചതിൻ്റെതായിട്ടുള്ള എനർജി ഉണ്ടാവുമല്ലോ. ഫുഡ് കഴിച്ചതിൻ്റെതായിട്ടുള്ള എനർജി വെച്ചിട്ട് എന്താ ചിലപ്പോൾ കുറച്ച് ഓവർ ആക്റ്റീവ് ആയിട്ട് പെട്ടെന്ന് വിക്രസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരാം.
പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ആളുടെ നോർമൽ ഫോമിലേക്ക് തിരിച്ചെത്തുമായിരിക്കും ചെയ്യാം അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ ഈ മെറ്റൽസ് ഫസ്റ്റ് എനർജി അബ്സോർബ് ചെയ്യും. എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ കൂടുതൽ എനർജി കിട്ടിയോണ്ട് ഓവർ എക്സൈറ്റഡ് ആയിട്ട് കുറച്ചു നേരം നിൽക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ആ എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് മാറും. കുറച്ചു നേരം കഴിയുമ്പോൾ എക്സൈറ്റ്മെന്റ് മാറി കഴിയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് അവരുടെ സ്റ്റേബിൾ ആയിട്ടുള്ള പഴയ സ്റ്റേറ്റിലേക്ക് എത്തണം എന്ന് തോന്നും. അപ്പൊ പഴയ സ്റ്റേറ്റിലേക്ക് എത്തണമെങ്കിൽ ഈ കൂടുതലായിട്ടുള്ള എനർജി അവർക്ക് കളഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ആ എനർജി എന്തിന്റെ ഫോമിൽ അവർ കളയും? റേഡിയേഷന്റെ ഫോമിൽ കളയും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. DNF ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളതാ. ഫ്ലെയിമിന് എപ്പോഴും കളർ അല്ലെങ്കിൽ എന്ത് സബ്സ്റ്റൻസ് ആണെങ്കിലും കളർ ഫോം ചെയ്യണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി അബ്സോർബ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ ആയിട്ടുള്ള എനർജി ലെവലിലേക്ക് പോകും. ഈ ഹയർ എനർജി ലെവൽ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. എപ്പോഴും ഗ്രൗണ്ട് എനർജി ലെവൽ അല്ലെങ്കിൽ ആ ഒരു എലമെന്റിന് നോർമലി ഉള്ള എനർജി ലെവൽ ആയിരിക്കും അവർക്ക് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് പറയാൻ പറ്റുക. അപ്പൊ ഹൈ എനർജി ലെവൽ അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അൺസ്റ്റെബിലിറ്റിയിൽ അവർക്ക് കുറെ നേരം നിൽക്കാൻ പറ്റില്ല. അവരെങ്ങനെയെങ്കിലും പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്താൻ നോക്കും. അപ്പൊ തിരിച്ചെത്തണമെങ്കിൽ കൂടുതലായിട്ടുള്ള എനർജി കളയണം. ആ എനർജി റേഡിയേഷൻസിന്റെ ഫോമിൽ കളയും. അപ്പൊ എത്രത്തോളം വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ആണോ അവർ എമിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് പല കളറായിരിക്കും നമ്മൾ കാണാം. ഇപ്പൊ കൂടുതൽ എനർജിയാണ് അവർ അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അത്രോ എനർജി അവർ കളഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അത്രോ എനർജി കളയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കളറായിരിക്കും നമ്മൾ കാണാം. ഇപ്പൊ കുറച്ച് എനർജി അവർ അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എനർജി കളഞ്ഞാൽ മതി. അതിനനുസരിച്ച് ഡിഫറെന്റ് വേവ് ലെങ്ത് ഓഫ് കളേഴ്സ് ആയിരിക്കും നമ്മൾ കാണാം. വിസിബിൾ റേഞ്ചിൽ വിബ്ജിയോ കളേഴ്സ് 7 കളേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഏതെങ്കിലും കോമ്പിനേഷൻസോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽപ്പെട്ട ഏതെങ്കിലും ഒക്കെ കളേഴ്സ് ആയിരിക്കും കാണാം. ഈ കളർ ഒന്ന് പഠിച്ചു വെക്കണം. ലിഥിയത്തിന്റെ ഫ്ലെയിമിന് കളർ ക്രിംസൺ റെഡ് ആണ്. ക്രിംസൺ റെഡ് എന്ന് പറയുന്ന സന്ധ്യാസമയത്തുള്ള കളർ. സന്ധ്യാസമയത്ത് സൂര്യന്റെ കളർ ഇല്ല, ഒരു റെഡിഷ് ആയിട്ടുള്ള ആ കളറിനെയാണ് നമ്മൾ എന്താ പറയുക ക്രിംസൺ റെഡ് എന്ന് പറയാ. സോഡിയം ആണെങ്കിൽ യെല്ലോ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബൾബ്സിനൊക്കെ യെല്ലോ കളർ കണ്ടിട്ടില്ലേ? ഒരു ടൈപ്പ് ബൾബ് തന്നെയുണ്ട്, സോഡിയം വേപ്പർ ലാമ്പ് എന്ന് പറയും. ഈ സോഡിയം വേപ്പർ ലാമ്പിന്റെ കളർ യെല്ലോ കളർ ആയിരിക്കും. ജസ്റ്റ് നല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയതായിരിക്കും സോഡിയം വേപ്പർ ലാമ്പ്. അതിന്റെ കളേഴ്സ് യെല്ലോയിഷ് ലൈറ്റ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ സോഡിയം ഉണ്ട്. അപ്പൊ ആ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴായിരിക്കും നടക്കുക, ആ ഓൾറെഡി ലൈറ്റ് എന്ന് പറയുമ്പോൾ ബൾബിന് ഹീറ്റ് ഉണ്ടാവും. ആ ബൾബ് അല്ലെങ്കിൽ ആ ഇലക്ട്രോൺസ് പാസ് ചെയ്ത് കഴിയുമ്പോൾ സോഡിയം അതിൻ്റെ ഉള്ളിലുള്ള സോഡിയം കണ്ടന്റ് ഹൈ എനർജി പോകും. പിന്നെ അവരെന്താ ലോ എനർജിയിലേക്ക് ഡീഎക്സൈറ്റ് ആവും. അപ്പൊ നമുക്ക് ആ വിസിബിൾ ലൈറ്റിന്റെ കളർ എന്തായിട്ടായിരിക്കും കിട്ടും? യെല്ലോയിഷ് ആയിട്ട് കാണുന്നത് മാത്രം. പൊട്ടാസ്യത്തിന് പെയിൽ വയലറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ KMnO4 കണ്ടിട്ടില്ലേ? എന്നുള്ള പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നല്ല വയലറ്റിൻ കളർ അല്ലേ? വയലറ്റ് സൊല്യൂഷൻ ആയിട്ടാണ് പൊട്ടാസ്യത്തിന്റെ കോമ്പൗണ്ട്സ് മെയിൻലി ഉണ്ടാവാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ KMnO4 വന്നേ ഉള്ളൂ. അതിലെന്താ പൊട്ടാസ്യത്തിന്റെ കളർ ലൈറ്റ് പെയിൽ വയലറ്റ് ആണ്. ദെൻ റുബീഡിയം വയലറ്റ് ആണ്. ദെൻ സീസിയം വയലറ്റ് ആണ്. ജസ്റ്റ് കളേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, മേ ബി ചോദിക്കാം. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ റിയാക്ഷൻസിന്റെ ടേംസിലായിരിക്കും എന്ത് പറയാ? കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയാം. ഇതുവരെയുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴാന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാം. എന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ, അല്ലെങ്കിൽ ചാറ്റിൽ മെസ്സേജ് ചെയ്യാവേ. അങ്ങനെ അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിയാക്ഷന്റെ ടേംസിലായിരിക്കും നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് വരാം. അപ്പൊ അവരുടെ ഓരോരോ റിയാക്ഷൻസ് ആയിരിക്കും നമ്മൾ പറയാം. ഫസ്റ്റ് വൺ ഇതിപ്പോ ഓൾറെഡി പറഞ്ഞു, യൂണിക് പോസിറ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞു. യൂണിക് പോസിറ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന എലമെന്റ്സ്. അപ്പൊ ഇവരെ എങ്ങനെയെങ്കിലും ആ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനായിരിക്കും നിൽക്കുക. അപ്പൊ ജസ്റ്റ് ഒരു ഇലക്ട്രോൺ പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവാം. ആൽക്കലി മെറ്റൽസ് ആർ ദി മോസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ്സ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. കാരണം അവർക്ക് ആ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അവർ മോസ്റ്റ് സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് എത്തി. സോ ആ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ അത്രയും റെഡി ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ അവർക്ക് പറ്റുന്ന റിയാക്ഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഓക്സൈഡ് ഫോർമേഷൻ എന്ന് പറയാം. ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ സിംപിളി ആ ഒരു മെറ്റൽ വിത്ത് ഓക്സിജൻ ഏതെങ്കിലും പ്രോഡക്ട്സ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓക്സൈഡ്സ് എന്ന് പറയാം. ഇപ്പൊ ഇതിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് ടൈപ്പ് ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്ന് ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്, പെറോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്, സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇൻ ടോട്ടൽ ഓക്സൈഡ് എന്നുള്ള വേർഡിന് മീനിങ് എന്താ?
ഓക്സൈഡ് എന്നുള്ള വേർഡിന് മീനിങ് ആ ഒരു മെറ്റൽ ഏതാണ് കോമ്പൗണ്ട് വിത്ത് ഓക്സിജൻ കോമ്പൗണ്ട് കോമ്പോസിഷൻ ആ മെറ്റലും ഓക്സിജനും മാത്രമായിരിക്കും. ഓക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അതിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ അവരെ മൂന്നായിട്ട് പറയാ. ഓക്സൈഡ് എന്ന് പറയുന്ന കേസിൽ ഓക്സിജൻ 2- ആയിട്ടായിരിക്കും നിൽക്കുക എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആയിട്ട് എന്താ 2 ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. ഇനി പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ O2 2- ആയിട്ടായിരിക്കും നിൽക്കുക എന്ന് പറയുമ്പോൾ ഓരോ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും O- ആയിട്ടായിരിക്കും നിൽക്കുക. 2 ഓക്സിജൻ ഉണ്ട്, രണ്ടിനും കൂടി ചാർജ് 2- ആണ് എന്ന് പറയുമ്പോൾ ഒരിടത്തിന്റെ ചാർജ് എന്താ -1 ആയിരിക്കും ഉണ്ടാവുക. ഇനി സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ O2- ആയിരിക്കും, 2 ഓക്സിജനും കൂടി മൈനസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താ ഹാഫ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏത് രീതിയിലാണ് ആ ഒരു കോമ്പൗണ്ടിൽ ആ ഒരു ഓക്സിജൻ ഇരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഓക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ് എന്ന് പറയാം. സൂപ്പർ ഓക്സൈഡ് പെറോക്സൈഡിന്റെ കേസിൽ ഓക്സിജൻ ഓക്സിജൻ ബോണ്ടേജും കൂടി വന്നിട്ടുണ്ടാവുന്നു മാത്രം. ഇനി ഇവിടെ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സൈഡ്, പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ എല്ലാ ഓക്സൈഡ്സും ബേസിക് ഇൻ നേച്ചർ ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബേസിക് ഇൻ നേച്ചർ ആണ്. ഇനി ലിഥിയം എന്താ മോണോക്സൈഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് 2- ഫോമിൽ മാത്രമേ നിൽക്കുള്ളൂ. ദെൻ സോഡിയത്തിന് പെറോക്സൈഡ് ഉണ്ട്, ബാക്കി എല്ലാ മെറ്റൽസ് എന്താ സൂപ്പർ ഓക്സൈഡ്സ് ഫോം ചെയ്യും. ഈ ഇക്വേഷൻസ് ഒന്ന് നോക്കി വെക്കാം. സോഡിയം മെറ്റൽ ഇൻ പ്രസന്റ് ഇതെന്താ ഇതൊക്കെ ഓക്സിജൻ ഓക്സൈഡ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഫുൾ കമ്പഷൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്സിജന്റെ പ്രസൻസിൽ ആ ഒരു മെറ്റല് ബേൺ ചെയ്യുകയാണെങ്കിൽ അതിനെ അല്ലേ നമ്മൾ ഓക്സൈഡ് ഫോർമേഷൻ അല്ലെങ്കിൽ ഓക്സൈഡ് എന്നുള്ള രീതിയിൽ ഓരോ കോമ്പൗണ്ട് ഓക്സിജനുമായിട്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് എന്താ അവരുടെ കമ്പഷനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്താ സോഡിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഇവിടെ സോഡിയം ഓക്സൈഡ് ഫോം ചെയ്യണു. അതുപോലെ വീണ്ടും എന്താ സോഡിയം എന്താ സൂപ്പർ ഓക്സൈഡും പെറോക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. ഒരു മെറ്റൽ തന്നെ പല റിയാക്ഷൻസ് തരാം. ഇനി ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ദ ഫോർമേഷൻ ഓഫ് പർട്ടിക്കുലർ ഓക്സൈഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി മെറ്റൽ അയോൺ. മെറ്റൽ അയോണിനനുസരിച്ച് മെറ്റൽ അയോണിന്റെ സൈസിനനുസരിച്ചായിരിക്കും ഏത് ഓക്സൈഡ് ആണ് ഫോം ചെയ്യണേന്നുള്ളത് അവിടെ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ സിംപിളി മോണോക്സൈഡ് ആയിരിക്കാം. മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താ ഓരോ ഓക്സിജൻ ഉണ്ടെങ്കിലാണ് നമ്മൾ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പെറോക്സൈഡ് ആയിരിക്കും, സൂപ്പർ ഓക്സൈഡ് ആയിരിക്കും. പറയുമ്പോൾ ഇവിടെയൊക്കെ ബോണ്ടേജ് എന്താ വന്നേക്കുന്നത് സോഡിയം ആൽക്കലി മെറ്റൽസ് ഇൻവോൾവ് ചെയ്തേക്കുന്ന ബോണ്ടേജ് ഫുൾ എന്തായിരിക്കും അയോണിക് ബോണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ആൽക്കലി എന്റെ ചെറിയൊരു വൈഫൈ എറർ വന്നിട്ടുണ്ട്, ഒരു മിനിറ്റ്. സ്ക്രീൻ വിസിബിൾ അല്ലല്ലോ.
നിങ്ങളുടെ കയ്യിലിപ്പോ മെറ്റീരിയൽ ഉണ്ടോ? വേറെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ PDF അല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഹലോ ഹലോ, കേക്കത്തില്ലേ പറയുന്നേ? മെറ്റീരിയൽ ഉണ്ടോ വേറെ കയ്യില്? ഓക്കെ ഫൈൻ. സോറി കേട്ടോ, എന്തോ ചെറിയൊരു വൈഫൈ കണക്ഷൻ എറർ ആണെന്ന് തോന്നുന്നു. ലാപ്പിൽ എന്തെങ്കിലും കണക്ട് ആണ്. പോർഷൻ നോക്കുക അടുത്തത്. ഔട്ട്സൈഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? മെറ്റലിന്റെ സൈസ് അനുസരിച്ചാണ് നമുക്ക് എന്തുണ്ടാവുക, സൈസ് അനുസരിച്ചാണ് ആ ഒരു സ്പേസിലേക്ക് നമുക്ക് അടുത്ത എലമെന്റിനെ ബോണ്ട് ചെയ്യാൻ പറ്റുക അല്ലെ. ഇപ്പൊ ഇവരൊക്കെ അയോണിക് ആണെന്ന് പറഞ്ഞു. ഇവരുടെയൊക്കെ സ്ട്രക്ചർ അത്യാവശ്യം വലിയ കോംപ്ലക്സ് ആയിരിക്കും. ഇപ്പൊ NaCl സ്ട്രക്ചർ പറയാൻ കൺസിഡർ ചെയ്തിരുന്ന ആ ക്യൂബിക് കൺസിഡറിൽ സെന്ററിൽ ഒരു മെറ്റല്, പിന്നെ എല്ലാ കോർണേഴ്സിലും അടുത്ത മെറ്റൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാറ്. ഐ തിങ്ക് സെന്ററിൽ സോഡിയം, എല്ലാ കോർണേഴ്സിലും Cl ആണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഇവിടെ എന്താ ഉദ്ദേശിച്ച കാര്യം എന്താ, ഇതിപ്പോ ഒരു മെറ്റലിനെ ബാക്കി എല്ലാവരും കൂടി, ഒരു എലമെന്റിനെ ബാക്കി എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രക്ചർ ആയിരിക്കും അവർക്ക് ആക്ച്വലി ഉണ്ടാവാം. എന്ന് പറയുമ്പോ അപ്പൊ ആ ഒരു സ്പേസിൽ അപ്പൊ അതിനനുസരിച്ചുള്ള സ്ട്രക്ചർ ഉള്ള ആൾക്കല്ലേ ബോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു വലിയൊരു ആറ്റം വന്നിരുന്നതിനാ, ആ ഒരു ക്യൂബിക് ബോക്സിൽ വലിയൊരു ആറ്റം വന്നിരുന്നതിനാ അത്രയും സൈസുള്ള വേറൊരു ആറ്റത്തിന് പിന്നെ ഈ കോർണേഴ്സിൽ വന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഒരു ക്യൂബ് കൺസിഡർ ചെയ്തു. ആ ക്യൂബില് എനിക്ക് പറ്റുന്ന അത്ര സൈസുള്ള ബോൾസ് അല്ലേ എനിക്ക് ആ ക്യൂബിൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്യൂബിക് സ്ട്രക്ചർ ആണെങ്കിൽ ആ ക്യൂബ് ഫുള്ളും അല്ല, ഒരു ക്യൂബിക് ബോക്സ് ഞാൻ എടുത്തു. ആ ക്യൂബിക് ബോക്സിൽ എന്തായാലും പലതരം ബോൾസ് പല സൈസിലുള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് തുടക്കത്തിൽ ഏത് ബോൾ വേണമെങ്കിലും ഇടായിരുന്നു. പിന്നെയുള്ള കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് സ്പേസ് ആവണ അനുസരിച്ച് മൈന്യൂട്ട് സൈസുള്ള ബോൾസ് വേണം ഞാൻ എന്ത് ചെയ്യാൻ, ഇൻസേർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇവിടെയും എലമെന്റ്സ് ഡൗൺ ഇൻ ദി ഗ്രൂപ്പ് എലമെന്റിന്റെ സൈസ് കൂടി കൂടി വരികയാണ് ചെയ്യാം. അപ്പൊ ഈ എലമെന്റ്സിന്റെ സ്പേസ് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലത്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ ഓക്സിജൻ അവിടെ കയറി ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിനനുസരിച്ചാണ് ഏത് ഫോം, രണ്ട് ഓക്സിജൻ ഉള്ളത് ഫോം ചെയ്യണോ ഒരു ഓക്സിജൻ ഉള്ളത് ഫോം ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ഇരിക്കാം. ഫോർമേഷൻ ഓഫ് എ പർട്ടിക്കുലർ ഓക്സൈഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി സൈസ് ഓഫ് ദി മെറ്റൽ. അതിനുള്ള ഒരു എക്സാമ്പിൾ തന്നേക്കുന്നത് ടിന്നി ലിഥിയം. ലിഥിയത്തിന്റെ സൈസ് എന്താ, കമ്പാരിറ്റീവ്ലി കുറവാണ്. ടിന്നി ലിഥിയം ഈസ് നോട്ട് ഏബിൾ ടു കം ഇൻ കോണ്ടാക്ട് വിത്ത് സഫീഷ്യന്റ് നമ്പർ ഓഫ് പെറോക്സൈഡ് അയോൺസ്. അപ്പൊ കുഞ്ഞു ലിഥിയത്തിന് രണ്ട് ഓക്സിജനായിട്ട് കോണ്ടാക്റ്റിൽ വരാന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടായിരിക്കും.
ഞാനിപ്പോ 2 ഓക്സിജൻ എടുത്തു. ആ 2 ഓക്സിജനായിട്ട് കോണ്ടാക്ട് വരുന്ന രീതിയിൽ ആ ലിഥിയം വരണം. സൈസ് കുഞ്ഞതാണെങ്കിൽ ഇപ്പൊ ഒരു വലിയ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞതിനെ കൊണ്ട് നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെ കുഞ്ഞതും വലുതായിട്ട് ഒരു കോണ്ടാക്ട് വരില്ല. അപ്പൊ അതായിരിക്കും നടക്കുക. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിന്റെ കേസിൽ അയൺസ് ഓഫ് ദി പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ആർ ലാർജ് ഇനഫ് ടു കം ഇൻ കോണ്ടാക്ട് വിത്ത് പെറോക്സൈഡ് അയോൺസ്. ഇപ്പൊ ലിഥിയത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ലിഥിയം ഓക്സൈഡ് മാത്രമാണ് ഫോം ചെയ്യുന്നത്, പെറോക്സൈഡ് സൂപ്പർ ഓക്സൈഡ്സ് ഫോം ചെയ്യണില്ല. അതിന് റീസൺ എന്താ? ലിഥിയത്തിന് ഓരോ ഓക്സിജനായിട്ടേ കോണ്ടാക്റ്റിൽ വരാൻ പറ്റുള്ളൂ. ലിഥിയത്തിന്റെ സൈസ് കുഞ്ഞതാണ്. അപ്പൊ ലിഥിയത്തിന് 2 ഓക്സിജനായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ട് പെറോക്സൈഡോ സൂപ്പർ ഓക്സൈഡോ ഒന്നും ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ മെറ്റലിന്റെ സൈസ് അനുസരിച്ചായിരിക്കും അവർ ഏത് ഓക്സൈഡ് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യാന്നുള്ളത് ഇരിക്കാം. ഇനി റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ. ഇപ്പൊ ആൽക്കലി മെറ്റൽസ് ഒക്കെ എന്താ വാട്ടറായിട്ട് അത്യാവശ്യം ഹൈലി റിയാക്റ്റീവ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് സോഡിയം. സോഡിയം ഇപ്പൊ എന്താ? സോഡിയം ഒരു വളരെ ചെറിയ മെറ്റൽസ്, വളരെ സോഫ്റ്റ് മെറ്റൽ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോഡിയം മെറ്റലിന്റെ കളർ ഇപ്പൊ സോഡിയത്തിന് എന്താ നമ്മൾ സൂക്ഷിക്കുന്നത് കെറോസിൽ മണ്ണെണ്ണയിൽ ഇട്ടായിരിക്കും സോഡിയത്തിനെ യൂസ് ചെയ്യുക. കാരണം സോഡിയം വാട്ടറുമായിട്ടോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ടോ മോയ്സ്ചർ കണ്ടന്റുമായിട്ട് റിയാക്ട് വന്നതിന് അത് ബേൺ ചെയ്യും. നമ്മുടെ മൂവിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെല്ലാം മൂവിൽ എന്താ ചെയ്തേക്കുന്നത്? ജസ്റ്റ് ഒരു ബീക്കർ എടുത്ത് ബീക്കറിൽ വാട്ടർ ഉണ്ട്, ആ ബീക്കറിലേക്ക് കുറെ സോഡിയം കൊണ്ടുവന്ന് പോർ ചെയ്തിട്ടു. അപ്പൊ എന്ത് പറ്റി? അവിടെ ഒരു ബ്ലാസ്റ്റ് ആയി. കാരണം എന്താ? സോഡിയം അത്രത്തോളം വാട്ടറുമായിട്ട് റിയാക്റ്റീവ് ആണ്. സോഡിയത്തിന്റെ ഹൈ റിയാക്ടിവിറ്റി ആണ്. അപ്പൊ എന്താ? റിയാക്ടിവിറ്റി കൂടിയ ആൾക്ക് അതിനനുസരിച്ച് വാട്ടർ ഇല്ല എങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഹൈ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതൊരു ബേണിങ്ങിലേക്ക് മാറുകയായിരിക്കും ചെയ്യാം. കാരണം സോഡിയത്തിന് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിനെ സോഡിയത്തിന് എന്തിലായിരിക്കും സൂക്ഷിക്കുക? കെറോസിലായിരിക്കും സൂക്ഷിക്കുക. അപ്പൊ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തതിനെ ഫോം ചെയ്യുന്നത് കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. OH ഉള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഹൈഡ്രോക്സൈഡ് എന്ന് പറയാം. ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ലിബറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇവിടെ ശ്രദ്ധിച്ചു വെക്കേണ്ടത് ലിഥിയം എന്താ? ലെസ് വിഗ്രസ് റിയാക്ഷൻ ആണ്. ലിഥിയം അത്ര റിയാക്റ്റീവ് അല്ല കമ്പാരിറ്റീവ് ടു സോഡിയം. അത് ഓർത്ത് വെക്കാം. The low reactivity of lithium is due to small size and high ionization. എന്തായാലും ഇപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ലിഥിയം വെച്ചിട്ട് മെയിൻലി ക്വസ്റ്റ്യൻ വരാം. വൈ ദ ലിഥിയം ഈസ് ലെസ് റിയാക്റ്റീവ് കമ്പാരിറ്റീവ് ടു അതർ ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ടു സോഡിയം എന്നുള്ള രീതിയിൽ ചോദിച്ചു തരുന്ന ലിഥിയത്തിന്റെ സൈസ് കുറവാണ്. പിന്നെന്താ? അയോണൈസേഷൻ എന്താൽപ്പി വളരെ കൂടുതലുമാണ്. അതുകൊണ്ടാണ് ലിഥിയം ലെസ് റിയാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഉണ്ടോ? ഓൾ മെറ്റൽസ് ഓഫ് ദി ഗ്രൂപ്പ് ടു റിയാക്ട് വാട്ടർ എക്സ്പ്ലോസീവ്ലി. എക്സ്പ്ലോസീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര വിഗ്രസ് റിയാക്ഷൻ ആണ്. വേണമെങ്കിൽ കത്ത് പിടിക്കുക, ഒരു എക്സ്പ്ലോഷനിലേക്ക് പോവാം. അതുകൊണ്ടാണ് എക്സ്പ്ലോസീവ്ലി ടു ഫോം ഹൈഡ്രോക്സൈഡ് ആൻഡ് ലിബറേറ്റ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഈ റിയാക്ഷൻ ഒന്ന് ഓർത്തു വെക്കാം. ഇനി ഇവിടെ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓക്സൈഡ്സ് ബേസിക് ആണ്. അതുപോലെ ഹൈഡ്രോക്സൈഡ്സ് എന്താ? ബേസിക് ഇൻ നേച്ചർ ആണ്. അത് ഓർത്ത് വെക്കുക. ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അവരെയാണ് ഹൈഡ്രൈഡ്സ് എന്ന് പറയാ. ഇവിടെ മെറ്റൽ വിത്ത് ഹൈഡ്രജൻ റിയാക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഹൈഡ്രൈഡ് ഫോം ചെയ്യും. ഈ റിയാക്ഷൻ ഹൈ ടെമ്പറേച്ചർ റിയാക്ഷൻ ആണ്. ഓൾമോസ്റ്റ് 637 കെൽവിനിലായിരിക്കും ഈ ടെമ്പറേച്ചർ റിയാക്ഷൻ നടക്കുക. എന്ന് പറയുന്നത് എന്താ? ഇവിടെ മെറ്റൽ എടുത്തു, ആ മെറ്റലിന്റെ ഹൈഡ്രജൻ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എന്ത് ഫോം ചെയ്യുക? കോമ്പൗണ്ട് ഫോം ചെയ്യുക. ഇനി ഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ ഹാലോജനുമായിട്ട് റിയാക്ട് ചെയ്യോ? ഹാലോജൻസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് ഹാലൈഡ്സ് എന്ന് പറയാം. സിംപിളി എന്താ ഉദ്ദേശിച്ചിട്ടുള്ളൂ? നമ്മുടെ ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സൈഡ് ഫോം ചെയ്യും, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോക്സൈഡ്സ് ഫോം ചെയ്യും, ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യും, ഹാലോജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹാലൈഡ്സ് ഫോം ചെയ്യും. അത് ഇത്രയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ഡയഗണൽ റിലേഷൻഷിപ്പ് ആണ്. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ക്വയറോ റെക്ടാങ്കിളോ എടുത്തു തരുന്ന അങ്ങനത്തെയൊക്കെ ജോമെട്രിക്ക് അല്ലേ ഡയഗണൽ എന്ന് പറയാം. ഓപ്പോസിറ്റ് കോർണേഴ്സ് അവരെയാണ് നമ്മൾ എന്താ? ഓപ്പോസിറ്റ് കോർണേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? ഡയഗണൽ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ പീരിയോഡിക് ടേബിളിൽ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഒരു ഗ്രൂപ്പിലെ എലമെന്റ് അടുത്ത ഗ്രൂപ്പിലെ എലമെന്റ്. ഇത് പീരിയോഡിക് ടേബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലല്ലേ ഇരിക്കുന്നത്. ഇതിപ്പോ ഒരു ഗ്രൂപ്പ്, ഇത് അടുത്ത ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിലെ എലമെന്റ് അടുത്ത ഗ്രൂപ്പിലെ അതിന്റെ ഡയഗണലുമായിട്ട് വരുന്ന എലമെന്റുമായിട്ട് സിമിലാരിറ്റി കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. എന്താ? ഒരു ഗ്രൂപ്പിലെ എലമെന്റ് അടുത്ത ഗ്രൂപ്പിലെ അതിന് താഴെ കിടക്കുന്ന എലമെന്റുമായിട്ട്
സിമിലാരിറ്റി കാണിക്കുവാണെങ്കിൽ അതിനെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ട് എലമെന്റിന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ അതെന്താ ഡയഗണൽ ആയിട്ടാണ് വരാം. അതുകൊണ്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പിന്റെ പേര് വന്ന് എന്താ ഉദ്ദേശിക്കുന്നുള്ളൂ, ആ രണ്ട് അടുത്തടുത്ത ഗ്രൂപ്പിലെ ഡയഗണൽ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. അതുകൊണ്ട് അവരെന്ത് പറയുന്നു, ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ പറയുന്നത് കണ്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ ഫസ്റ്റ് മെമ്പർ ഓഫ് വൺ ഗ്രൂപ്പ് ആൻഡ് ദി സെക്കൻഡ് മെമ്പർ ഓഫ് ദി സക്സീഡിംഗ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ഡയഗണൽ റിലേഷൻഷിപ്പ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, ലിഥിയം കഴിഞ്ഞിട്ട് ഇവിടെ എപ്പോഴാണ് വരാ, ബെറിലിയാണ് വരാ. ആ സീരീസ് അങ്ങനെ പോകും. പിന്നെ ഇവിടെ ആരാ വരാ, സോഡിയം മാഗ്നീഷ്യം, അങ്ങനെയല്ലേ വരാ. ലിഥിയം കഴിഞ്ഞിട്ട് അടുത്ത എലിമെന്റ് ബെറിലിയം, Be. പിന്നെ എന്താ, സോഡിയം, ദെൻ മാഗ്നീഷ്യം. അപ്പൊ ലിഥിയത്തിന് ഡയഗണലായിട്ട് ആരാ വന്നെ, മാഗ്നീഷ്യം വന്നു. അപ്പൊ ലിഥിയത്തിന്റെ മാഗ്നീഷ്യത്തിന്റെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും. അതുപോലെ ബെറിലിയത്തിന്റെയും അലൂമിനിയത്തിന്റെ ഒക്കെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും. ജസ്റ്റ് ഒരു ഡയഗണൽ റിലേഷൻഷിപ്പിനെ എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഇനി ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിൽ തമ്മിലുള്ള സിമിലാരിറ്റിനെയാണ് നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതിന് റീസൺ ആയിട്ട് പറയുന്നത് കമ്പയറബിൾ പോളറൈസിങ് പവർ ആണ്. സിമിലർ ആയിട്ടുള്ള പോളറൈസിങ് പവർ ഉള്ളതുകൊണ്ടാണ് അവർക്ക് എന്താ സെയിം പ്രോപ്പർട്ടീസ് എന്ന് പറയാ. പോളറൈസിങ് പവർ എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. അത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പോളറൈസിങ് പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയോണിക് ചാർജ്. ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അയോണിക് റേഡിയസ് ആണ്. എന്ന് വെച്ച് പറയുമ്പോ എന്താ, അയോണിക് ചാർജ് കൂടിക്കഴിഞ്ഞാൽ പോളറൈസിങ് പവർ കൂടും. അതുപോലെ അയോണിക് റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ, ഡിനോമിനേറ്റർ കൂടിക്കഴിഞ്ഞാൽ എന്താ, അതിന്റെ വാല്യൂ കുറയായിരിക്കും ചെയ്യുക. അപ്പൊ പോളറൈസിങ് പവർ എന്ത് ചെയ്യും, കുറയായിരിക്കും ചെയ്യുക. ഇപ്പൊ ലിഥിയത്തിന്റെ കേസ് നോക്കുവാണെങ്കിൽ ലിഥിയവും മാഗ്നീഷ്യം അല്ലേ നമ്മൾ പറഞ്ഞേ. ലിഥിയത്തിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അയോണിക് ചാർജ് +1 ആണ്. മാഗ്നീഷ്യത്തിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അയോണിക് ചാർജ് +2 ആണ്. അപ്പൊ ഇവിടെ എന്താ അങ്ങനെയാണ് വരാ. പിന്നെ മാഗ്നീഷ്യത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ചാർജ് സൈസ് കുറവായിരിക്കും, അയോണിക് റേഡിയസ് കുറവായിരിക്കും. ലിഥിയത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് ആയിട്ട് സൈസിൽ കൂടുതലുണ്ടാവും. പക്ഷെ +2 പറയുന്ന എഫക്റ്റ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവാം. അപ്പൊ ഇൻ എഫക്റ്റ് അവരുടെ രണ്ടുപേരുടെയും എന്താ പോളറൈസിങ് പവർ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരും. അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് താഴെ തന്നേക്കുന്നത്. ഓൺ ഗോയിങ് ഫ്രം ലിഥിയം ടു സോഡിയം അയോണിക് ചാർജ് റിമെയിൻ സെയിം. ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരുടെയും ഫസ്റ്റ് ഗ്രൂപ്പിൽ എല്ലാവരുടെയും ചാർജ് എന്താ +1 ആണ്. +1 ആണ്. പക്ഷെ എന്താ റേഡിയസ് താഴേക്ക് കൂടിയാണ് വരുന്നത് അല്ലെ. റേഡിയസ് കൂടി വരണോണ്ട് പോളറൈസിങ് പവർ ഓഫ് ദി ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്തായിരിക്കും, കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുക. ഡൗൺ ദി ഗ്രൂപ്പ് കുറഞ്ഞു വരും. പിന്നെ ലിഥിയം ടു ബെറിലിയം എന്താ, അയോണിക് ചാർജ് കൂടിയായിരിക്കും വരാം. ലിഥിയം ബെറിലിയം വെച്ച് നോക്കുമ്പോൾ അക്രോസ് പീരീഡ്, ഒരു പീരീഡിൽ അയോണിക് ചാർജ് കൂടിയാണ് വരാം. അതുപോലെ അയോണിക് റേഡിയസ് എന്താ, അക്രോസ് പീരീഡ് കുറയായിരിക്കും ചെയ്യുക. അപ്പൊ ഇന്ന എഫക്റ്റ് രണ്ടുപേർക്ക് എന്താ പോളറൈസിങ് പവർ കൂടുതലായിട്ട് നിൽക്കും. അപ്പൊ ഈ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടുപേരുടെയും കൂടി എന്താ ഓൾമോസ്റ്റ് കമ്പയറബിൾ ഒരു സിമിലർ ട്രെൻഡിലേക്ക് വരും. അതുകൊണ്ടാണ് ഇവര് രണ്ടുപേരും എന്താ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, വൈ എന്താ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കാം. എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കാം. പിന്നെ എന്താണ് സിമിലാരിറ്റീസ്, ഡയഗണൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ലിഥിയത്തിനും മാഗ്നീഷ്യത്തിനും എന്ത് സിമിലാരിറ്റീസ് ആണ് ഉള്ളതെന്നും ക്വസ്റ്റ്യൻ വരാം. അതാണ് ഈ താഴെ തന്നിരിക്കുന്നത്. എന്താ, ബോത്ത് എലമെന്റ്സ് ഹാവ് നിയർലി സെയിം ഇലക്ട്രോനെഗറ്റീവ് വാല്യൂസ്. രണ്ടുപേരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം ആണ്. രണ്ടുപേർക്കും ഏകദേശം സെയിം മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ആണ്. രണ്ടുപേർക്കും ഏകദേശം ഒരേ ഹാർഡ്നെസ് ആണ്, ഒരേ ഒരു തിക്നെസ് ആണ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഹാർഡ് ആയിട്ടാണ് ആ എലമെന്റ് ഇരിക്കുന്നതെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ലിഥിയത്തിനും മാഗ്നീഷ്യം ഓൾമോസ്റ്റ് സെയിം ഹാർഡ്നെസ് ആണ്. നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, നൈട്രൈഡ്സ് ഫോം ചെയ്യും. കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൈഡ്സ് ഫോം ചെയ്യും. രണ്ടിന്റെയും ഓക്സൈഡ് ഉണ്ടോ, ജസ്റ്റ് ഓക്സിജനായിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടും ഓക്സൈഡ്സ് ഫോം ചെയ്യും. ലിഥിയം ഫോം ചെയ്യും, മാഗ്നീഷ്യം ഫോം ചെയ്യും. പിന്നെ രണ്ട് കോമ്പൗണ്ട്സിന്റെ കാർബണേറ്റും നൈട്രേറ്റും ഹൈഡ്രോക്സൈഡ്സും ഒക്കെ എന്താ തെർമൽ ഡീകമ്പോസിഷന് അണ്ടർഗോ ചെയ്യും.
പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഓർത്ത് സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. എന്താ ഓൾമോസ്റ്റ് സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് സെയിം ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് ആണ്. നൈട്രജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രൈഡ്സ് ഫോം ചെയ്യും. കാർബണായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൈഡ് ഫോം ചെയ്യും. പിന്നെ എന്താ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യണമെന്ന് പകരം എഴുതിയിട്ട് എന്താണ് എയർ എന്ന് പറഞ്ഞേക്കുന്നത്. എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ ഉണ്ടാവും ഓക്സൈഡ്സ് ഫോം ചെയ്യും. പിന്നെ കാർബണേറ്റും നൈട്രേറ്റും ഹൈഡ്രോക്സൈഡ്സും എന്താ തെർമൽ ഡികമ്പോസിഷന് അണ്ടർഗോ ചെയ്യും. തെർമൽ ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്തതിനാ അവര് ഡികമ്പോസ് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ ഹാലൈഡ്സ് ഓഫ് ദി ബോത്ത് ആർ appreciably soluble in organic solvent. ഹാലൈഡ്സ് എന്ന് പറയുന്നത് ഹാലോജനായിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. അവരെന്താ ഓർഗാനിക് സോൾവെന്റിൽ അത്യാവശ്യം നല്ലവണ്ണം സോലുബിൾ ആണ്. അപ്രീഷ്യബിളി എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലവണ്ണം സോലുബിൾ ആണെങ്കിലാണ് നമ്മൾ അപ്രീഷ്യബിളി എന്ന് പറയാ. പിന്നെ ഓക്സി ആസിഡ് സാൾട്ട്സ് ആർ സ്പെയർലി സോലുബിൾ ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ വളരെ കുറച്ച് മാത്രം വെള്ളത്തിൽ സോലുബിൾ ആവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഓസി ആസിഡ് എന്താന്ന് നോക്കാം. ഓസി ആസിഡ് എന്ന് പറയുന്ന ഒരു മെറ്റല് ദെൻ ഹൈഡ്രജൻ ഓക്സിജൻ ഇവരുടെ മൂന്നിന്റെയും കോമ്പൗണ്ടിനെയാണ് ഓക്സി ആസിഡ് എന്ന് പറയാം. പിന്നെ എന്താ ഒരു OH ബോണ്ടും കമ്പൽസറി ആയിട്ട് ഉണ്ടാവണം. എന്താ ഓസി ആസിഡിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും. ഇതിൽ ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണയൊക്കെ കൂടി വേരി ചെയ്തുകൊണ്ടിരിക്കും. കോമ്പോസിഷനിൽ എന്താ പറയാൻ പറ്റുക, മെറ്റൽ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവരുടെ മൂന്ന് പേരുടെയും കൂടി ഉള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഓക്സി ആസിഡ് എന്ന് പറയാ. അതിലെന്താ ഒരു OH ബോണ്ട് ഉണ്ടാവും. മെറ്റൽ OH ബോണ്ട് ഒരെണ്ണം ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഉണ്ടാവണം. ഇങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓസി ആസിഡ്സ് എന്ന് പറയാ. ആസിഡിന്റെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ആസിഡ് ന്യൂട്രലൈസ് ചെയ്തതിന് സോൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ഈ കറസ്പോണ്ടിങ് ആസിഡിന്റെ സോൾട്ട് എന്താ വാട്ടറിൽ സ്പെയർലിംഗ്ലി സോലുബിൾ ആണ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ സോലുബിൾ ആയിട്ടുള്ളൂ എന്നാണ് മീനിങ്. ഇനിയിപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിഥിയത്തിന് ഓൾറെഡി ബാക്കി സോഡിയത്തിനേക്കാളും ലെസ് റിയേറ്റീവ് ആണ് ലിഥിയം എന്ന് പറഞ്ഞു. ഇപ്പൊ ലിഥിയത്തിന്റെ ലെസ് റിയാക്ടിവിറ്റിയുടെ കേസിൽ റീസൺ നമ്മൾ ഒന്ന് പറഞ്ഞത് എന്തായിരുന്നു, ലെസ് സൈസ് ആണ് പറഞ്ഞത്. പിന്നെ ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി ആണ് പറഞ്ഞത്. ഇപ്പൊ എന്തൊക്കെയാ അതുപോലെ തന്നെ ഇപ്പൊ ലിഥിയം ആ എൻറ്റയർ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ വെച്ച്, സോഡിയം മാത്രമായിട്ടല്ല എൻറ്റയർ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ലിഥിയത്തിന്റെ പ്രോപ്പർട്ടീസിൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ബാക്കി ഗ്രൂപ്പിലെ മെമ്പേഴ്സ് പെരുമാറുന്ന പോലെയല്ല ലിഥിയം പെരുമാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അനമോഡസ് ഓർ അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം എക്സ്പ്ലെയിൻ ദി അനോമലസ് ബിഹേവിയർ ഓഫ് ദി ലിഥിയം ആൻഡ് ഗീവ് റീസൺ എന്ന് ചോദിക്കാം. അപ്പൊ ലിഥിയത്തിന്റെ ഈ ഒരു ബിഹേവിയറിന്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക സ്മോൾ സൈസ് ആണ്. ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ സൈസ് ആണ്. പിന്നെ എന്താ ഹൈ അയണൈസേഷൻ താല്പര്യമാണ്, ഹൈ പോളറൈസിംഗ് പവർ ആണ്. ലിഥിയം സാൾട്ട് ആർ ലാർജ് പോളറൈസബിൾ അയോൺ ആൻഡ് ആർ ലെസ് സ്റ്റേബിൾ ദാൻ ദോസ് ഓഫ് അതർ ആൽക്കലി മെറ്റൽസ്. ബാക്കിയുള്ളവരെക്കാളും ലെസ് സ്റ്റേബിൾ ആണ്. ഇവിടെ ജസ്റ്റ് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ലിഥിയം കാർബണേറ്റ് 700 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്താൽ ലിഥിയം ഓക്സൈഡ് ആയിട്ട് ഡികമ്പോസ് ചെയ്യും. ലിഥിയം നൈട്രേറ്റിന്റെയും റിയാക്ഷൻ തന്നിട്ടുണ്ട്. ലിഥിയം ഹൈഡ്രോക്സൈഡിന്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്താ ലിഥിയത്തിന് കാർബണേറ്റ്, നൈട്രേറ്റ്, ഹൈഡ്രോക്സൈഡ്സ് ഇവരൊക്കെ എന്താ പെട്ടെന്ന് ഡികമ്പോസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഓക്സൈഡ് ആയിട്ട് മാറും. അതേസമയം ആ ഗ്രൂപ്പിലെ ബാക്കി മെറ്റൽസ് ഒന്നും എന്താ ആ റിയാക്ഷൻ ലിഥിയം തരുന്ന പോലെ തരുന്നില്ല. ഇവിടെ ലിഥിയത്തിന്റെ കാർബണേറ്റ് 700 ഡിഗ്രി സെൽഷ്യസിൽ ഡികമ്പോസ് ചെയ്യും. പക്ഷെ സോഡിയത്തിൻ്റെത് 800 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും മിനിമം ആവാതെ ആ ഒരു റിയാക്ഷൻ തരില്ല. ലിഥിയത്തിന്റെ നൈട്രേറ്റ് ഡികമ്പോസ് ചെയ്തിട്ട് ലിഥിയം ഓക്സൈഡ് ആവും. പക്ഷെ സോഡിയം നൈട്രേറ്റ് ഡികമ്പോസ് ചെയ്തിരുന്ന NO2 ആണ് ആവുന്നത്, അല്ലാതെ ഓക്സൈഡ് ആയിട്ട് മാറണില്ല. ലിഥിയം ഹൈഡ്രോക്സൈഡ് ലിഥിയം ഓക്സൈഡ് ആയിട്ട് മാറും. പക്ഷെ സോഡിയോ അല്ലെങ്കിൽ അതുപോലത്തെ ബാക്കി മെറ്റൽസോ ആ റിയാക്ഷൻ തരുക പോലും ചെയ്യില്ല. എന്ന് പറയുമ്പോ ബാക്കി ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തരാത്ത പല റിയാക്ഷൻസും ആര് തരുന്നുണ്ട്, ലിഥിയം തരുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ലിഥിയം ഫോംസ് നോ ഉണ്ടോ, അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ലിഥിയം ഫോംസ് നോ സോളിഡ് ബൈകാർബണേറ്റ്, ട്രൈ അയോഡൈഡ് ആൻഡ് അതുപോലത്തെ ഫർദർ എക്സാമ്പിൾസ് ഹൈഡ്രോസൾഫൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്. ദേ ആർ അൺസ്റ്റേബിൾ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇതെന്താ ലിഥിയം ഈ ഒരു കോമ്പൗണ്ട് ഒന്നും തരുന്നില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഇതും കൂടി ഒന്ന് എടുത്തിട്ട് നിർത്താവേ, 2 പോയിന്റും കൂടി ഉള്ളൂ. എന്താ ലിഥിയത്തിന്റെ കേസിൽ സോളിഡ് ആയിട്ടുള്ള ബൈകാർബണേറ്റോ ട്രൈ അയോഡൈഡോ ഹൈഡ്രോസൾഫൈഡോ സൂപ്പർ ഓക്സൈഡോ ഒന്നും
ഫോം ചെയ്യണില്ല. എന്ന് പറയുമ്പോ എന്താ, ഒരു സാധനം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണെങ്കിൽ അല്ലേ നമുക്ക് ആ ഒരു കോമ്പൗണ്ടിനെ കാണാൻ പറ്റുള്ളൂ. ലിഥിയത്തിന്റെ കേസിൽ ഈ കോമ്പൗണ്ട് ഒന്നും റൂം ടെമ്പറേച്ചറിൽ പോലും സ്റ്റേബിൾ അല്ല. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യുന്നത് 25°C. 25°C പോലും ഈ കോമ്പൗണ്ട്സ് ഒന്നും സ്റ്റേബിൾ അല്ല. എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് അപ്പൊ തന്നെ ഡികമ്പോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ലോ ടെമ്പറേച്ചറിലൊക്കെ ആയിരിക്കും മേ ബി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതേ ടൈം ബാക്കിയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ എന്താ, ഹൈ ടെമ്പറേച്ചറിൽ എത്തിയാൽ പോലും ഡികമ്പോസ് ആവാതെ നിൽക്കും. ഉണ്ടാവും. വേറെ ദോസ് ഓഫ് അതർ എലമെന്റ്സ് മെറ്റൽ റിക്വയർ ഹൈ ടെമ്പറേച്ചർ ടു എഫക്ട് ദ ഡികമ്പോസിഷൻ. അത്യാവശ്യം നല്ലൊരു ഹൈ ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ അവർ ഡികമ്പോസ് ആവുള്ളൂ. നോർമൽ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ വരെ എന്താ അവർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഇനി സോലബിലിറ്റി നോക്കാം. ലിഥിയം സാൾട്ട് ലെസ് സോലബിൾ ദാൻ അതർ ആൽക്കലി മെറ്റൽസ്. ബാക്കി മെറ്റൽസിനേക്കാളും ലിഥിയത്തിന്റെ സാൾട്ട് എന്താ, ലെസ് സോലബിൾ ആണ്. അതുപോലെ ലിഥിയത്തിന്റെ ഹാലൈഡ്സ് എന്താ, കോവാലന്റ് ആണ്. ലിഥിയത്തിന്റെ സാൾട്ട് കോവാലന്റ് ആണ്. ദെൻ പിന്നെ കോംപ്ലക്സ്, അതാണ് അടുത്ത പ്രോപ്പർട്ടി. ലിഥിയം സാൾട്ട് ലെസ് സോലബിൾ ആണ്. ബാക്കി എല്ലാ മെറ്റൽസിന്റെ സോൾട്ടിനെ വെച്ച് കമ്പയർ നോക്കുമ്പോഴും ലിഥിയം ഹാലൈഡ്സ് എന്താ, മോർ കോവാലന്റ് ആണ്. ബാക്കി എല്ലാവരും എന്തായിരിക്കും, അയോണിക് ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കോമ്പൗണ്ട്സ് ഒക്കെ എന്താ, മോർ അയോണിക് ആയിട്ടാണ് നിൽക്കേണ്ടത്. പക്ഷെ ഇവിടെ ലിഥിയത്തിന്റെ കേസിൽ വന്നപ്പോ എന്താ, മോർ കോവാലന്റ് നേച്ചറാണ് കാണിക്കുന്നത്. ഇനി ലിഥിയം എന്താ, ലിഥിയം കോവാലന്റ് ബോണ്ട് ചെയ്തിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. പക്ഷെ ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസ് അങ്ങനെ തരില്ല. ഇപ്പൊ സപ്പോസ് കോവാലന്റ് ബോണ്ടാണ് അവിടെ നടക്കുന്നതെങ്കിൽ അങ്ങനത്തെ മെറ്റൽസിന് എന്ത് ഫോം ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ വലിയൊരു ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യണേനെയാണ് നമ്മൾ എന്താ പറയുക, കോംപ്ലക്സ് എന്ന് പറയുന്ന മീനിങ് തന്നെ. കോംപ്ലക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താ, വലിയൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് ബോണ്ട് ചെയ്തിട്ട് ഫോം ചെയ്യണു. Lithium form more stable covalent bond than other alkali metal and therefore form more stable complex compound. അതുകൊണ്ട് എന്താ, മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് കോമ്പൗണ്ട് ഫോം ചെയ്യും. പിന്നെ എന്താ, ലിഥിയത്തിന് വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ വളരെ സ്ലോ ആണ്. ലിഥിയം ഫോം സ്റ്റേബിൾ സാൾട്ട് വിത്ത് ആനയോൺ ഓഫ് ഹയർ ചാർജ് ഡെൻസിറ്റി. ലിഥിയം ആരുമായിട്ട് സ്റ്റേബിൾ സാൾട്ട് ഫോം ചെയ്യാം, ആനയോൺ ഓഫ് ഹയർ ചാർജ് ഡെൻസിറ്റി. ഹൈ ചാർജ് ഡെൻസിറ്റി ഉള്ളവരാണ്. ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്. ഹൈ ചാർജ് ഡെൻസിറ്റി ഉള്ള നെഗറ്റീവ് അയോൺസിനായിട്ടാണ് ലിഥിയം സ്റ്റേബിൾ ആയിട്ടുള്ള സാൾട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ളവരുടെ കേസിൽ അങ്ങനെയല്ല. ലിഥിയം കോമ്പൗണ്ട്സ് എന്താ, എല്ലാ ലിഥിയം കോമ്പൗണ്ട്സും വെച്ച് നോക്കുമ്പോൾ ലിഥിയത്തിന്റെ എല്ലാ കോമ്പൗണ്ട്സും എന്താ, കോവാലന്റ് ആണ്. ബാക്കിയുള്ള എലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ലിഥിയം കോമ്പൗണ്ട്സ് മോർ കോവാലന്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയത്തിന് എന്താ, ഇങ്ങനത്തെ കുറെ റിയാക്ഷനിലും പ്രോപ്പർട്ടീസിലൊക്കെ വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് ലിഥിയത്തിന് നമ്മൾ എന്ത് പറയും, അനോമലസ് എലമെന്റ് ആണ്, അല്ലെങ്കിൽ ലിഥിയം ഷോ അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയും. ഈ ഒരു ഗ്രീനിൽ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ഇമ്പോർട്ടന്റ് ആണ്. Anomalous properties of lithium occur because lithium is unexpectedly much less positive than sodium. അതുകൊണ്ടാണ് എന്ത് പറയാ, റീസൺ ആയിട്ട് നമ്മൾ പറയാം. അല്ലാതെ ബാക്കി രണ്ട് റീസണും കൂടി എഴുതാം. ഒരു റീസൺ ലാർജ് പോളറൈസബിലിറ്റി പറയാം. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചപ്പോ എന്താ, സ്മോൾ സൈസ് പറഞ്ഞു. പിന്നെ അതുപോലെ ഹൈ അയോണൈസേഷൻ എന്താൽപ്പിയും പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ, ലിഥിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടിക്ക് റീസൺ ആയിട്ട് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ ലീവ് ചെയ്തോ. താങ്ക് യു. ഇതുവരെ ഉള്ളത് പഠിച്ച് പോവാട്ടോ, എക്സാം ആവാറായില്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.